ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ആളൂർ വെള്ളാഞ്ചിറയിൽ കോഴി ഫാമിന്റെ മറവിൽ മദ്യശേഖരണം. 1200 കേസ് സ്പിരിറ്റ് പിടികൂടി. 2 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ എരവിമംഗലത്ത് വീടാക്രമിച്ച് കഞ്ചാവ് സംഘത്തിന്റെ അഴിഞ്ഞാട്ടം. കോഴികളുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. ഫിഷ് ടാങ്കിൽ മണ്ണും കല്ലും നിറച്ചു. സപ്ലൈകോയിലെ 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ കൂട്ടുമെന്ന് റിപ്പോർട്ടുകൾ. പ്രത്യേക സമിതി റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കും. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ആളൂർ വെള്ളാഞ്ചിറയിൽ വൻ മദ്യവേട്ട. 1200 കേസ് സ്പിരിറ്റ് പിടികൂടി. പൊരുന്നൻകുന്നിലെ കോഴി ഫാമിന്റെ മറവിലായിരുന്നു മദ്യശേഖരണം. 2 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. 64 കന്നാസുകളിലായാണ് ഇവിടെ സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. 3 മാസം മുൻപാണ് ലോറിയിൽ കന്നാസുകളിൽ സ്പിരിറ്റ് ഇവിടെ കൊണ്ടിറക്കിയതെന്ന് പിടിയിലായവർ പറഞ്ഞു. വെള്ളാഞ്ചിറയിൽ വൻ വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി. റെയ്ഡിൽ 15,000 കുപ്പി വ്യാജ വിദേശമദ്യവും 2500 ലിറ്റർ സ്പിരിറ്റും പിടിച്ചെടുത്തു. BJP മുൻ പഞ്ചായത്ത് അംഗവും നാടക നടനുമായ KPSC ലാൽ അടക്കം 2 പേരെ അറസ്റ്റ് ചെയ്തു. കർണാടകയിൽ നിന്ന് വ്യാജമദ്യം എത്തിച്ച ശേഷം വിവിധയിടങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതിന് ഗോഡൌണായാണ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. ഇത് ഒരു കോഴി ഫാമായിരുന്നു. കോഴി ഫാമിന്റെ അകത്ത് കോഴിത്തീറ്റയും മറ്റും സൂക്ഷിച്ചിരുന്ന മുറിയിൽ പ്രത്യേക അറയുണ്ടാക്കിയാണ് സ്പിരിറ്റും വ്യാജമദ്യവും സൂക്ഷിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു. ഈ കോഴി ഫാം ലാലിന്റെ പേരിൽ ഉള്ളതാണ്. ഇയാളുടെ ഉടമസ്ഥതയിൽ തന്നെയാണ് വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതെന്നും പോലീസ് പറയുന്നു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. മീഡിയ ടൈം, ആളൂർ. ആളൂർ വെള്ളാഞ്ചിറയിൽ സ്പിരിറ്റും മദ്യവും സൂക്ഷിച്ചിരുന്നത് രഹസ്യ അറകൾ ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിലായിരുന്നു ഗോഡൌൺ നിർമ്മിച്ചിരുന്നത്. മഫ്തിയിൽ പല സംഘങ്ങളായി ഫാമിൽ ഒളിച്ചിരുന്ന് നിരീക്ഷണം നടത്തിയാണ് പോലീസ് ഓപ്പറേഷൻ നടത്തിയത്. വിശാലമായ ഗോഡൌണിന്റെ ഉള്ളിൽ നിന്ന് ഒന്നിനു പുറകെ ഒന്നായി രഹസ്യ അറകൾ നിർമ്മിച്ചാണ് സ്പിരിറ്റും മദ്യവും സൂക്ഷിച്ചിരുന്നത്. ഈ അറകളിലേക്ക് കടക്കാൻ ചുവരിൽ ചതുരത്തിലുള്ള ദ്വാരവുമുണ്ട്. പുറത്തുനിന്ന് നോക്കിയാൽ ഈ രഹസ്യ അറകൾ ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിലായിരുന്നു ഗോഡൌൺ നിർമ്മിച്ചിരുന്നത്. തിങ്കളാഴ്ച രാവിലെ തന്നെ ഇരിഞ്ഞാലക്കുട, ചാലക്കുടി DYSPമാരുടെ നേതൃത്വത്തിൽ മഫ്തിയിൽ പല സംഘങ്ങളായി ഫാമിൽ ഒളിച്ചിരുന്ന് നിരീക്ഷണം നടത്തിയാണ് പോലീസ് ഓപ്പറേഷൻ നടത്തിയത്. വളരെ രഹസ്യമായി നടത്തിയ ഓപ്പറേഷനിൽ 2 പ്രതികളെയും കൈയോടെ പിടിക്കാൻ പോലീസിനായി. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് സ്പിരിറ്റും മദ്യവും എത്തിക്കുന്നതെന്നാണ് പ്രാഥമിക വിവരം. ഇവയുടെ ഉറവിടവുമായി ബന്ധപ്പെട്ട് വിശദമായി അന്വേഷിക്കുന്നതായും ഇതിലെ പ്രധാന കണ്ണികളെക്കുറിച്ച് സൂചന ലഭിച്ചതായും DYSP അറിയിച്ചു. രാവിലെ തുടങ്ങിയ റെയ്ഡ് ഉച്ചയ്ക്ക് ശേഷവും തുടരുകയാണ്. മാള ഇൻസ്പെക്ടർ സജിൻ ശശി, ആളൂർ SI PP അരിസ്റ്റോട്ടിൽ, ക്രൈം സ്ക്വാഡ് SIമാരായ VG സ്റ്റീഫൻ, CA ജോബ്, റോയ് പൗലോസ്, സതീശൻ മടപ്പാട്ടിൽ, P ജയകൃഷ്ണൻ, ASI PM മൂസ, VU സിൽജോ, VM മിനിമോൾ, TR ഷൈൻ, സീനിയർ CPOമാരായ AU റെജി, ഷിജോ തോമസ്, ES ജീവൻ, മിഥുൻ കൃഷ്ണ, സോണി സേവ്യർ, ആളൂർ സ്റ്റേഷൻ SIമാരായ KK രഘു, CO ജോഷി, KS രാധാകൃഷ്ണൻ, സീനിയർ CPO ലിജോ എന്നിവരാണ് റെയ്ഡിൽ പങ്കെടുത്തത്. മീഡിയ ടൈം, ആളൂർ. തൃശൂർ എരവിമംഗലത്ത് വീട്ടുകാർ പുറത്തുപോയ സമയത്ത് വീട് ആക്രമിച്ച് കഞ്ചാവ് സംഘത്തിന്റെ അഴിഞ്ഞാട്ടം. എരവിമംഗലം ചെറിയത്ത് ഷാജുവിന്റെ വീടിന് നേർക്കാണ് ആക്രമണമുണ്ടായത്. വീട്ടിലുണ്ടായിരുന്ന കോഴികളുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. ഫിഷ് ടാങ്കിൽ മണ്ണും കല്ലും നിറച്ചു. വീടിന്റെ സൺഷെയ്ഡിലൂടെ മുകളിൽ കടന്ന സംഘം സോളാർ പാനലുകൾ അടിച്ചു തകർത്തു. തുടർന്ന് ശുചിമുറിയിലെ ടൈലുകൾ ഇളക്കി മാറ്റുകയും ചെടിച്ചട്ടികൾ അടിച്ച് തകർക്കുകയും ചെയ്തു. വീടിന്റെ വാതിൽ കുത്തി തുറക്കാനും സംഘം ശ്രമിച്ചു. ഗ്യാസ് സിലിണ്ടർ വീടിന് മുൻപിൽ ഇട്ട നിലയിലായിരുന്നു. വീടിന് മുൻപിൽ വെച്ചിരുന്ന പുൽക്കൂടും തകർത്തു. വീടിന്റെ സ്വിച്ച് ബോർഡും പറിച്ചെടുത്ത നിലയിലാണ്. ഇന്നലെ വീട്ടിൽ ഉണ്ടായിരുന്നില്ലെന്നും അയൽ വീട്ടുകാർ അറിയിച്ചതനുസരിച്ച് രാവിലെ വന്നപ്പോഴാണ് അക്രമം കണ്ടതെന്നും ഷാജു പറഞ്ഞു. ഷാജുവിന് ടൈലിന്റെ ജോലിയാണ്. തനിക്ക് ആരോടും വഴക്കമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഷാജു പറഞ്ഞു. വീടിന് സമീപത്ത് വളരെ കാലമായി ലഹരി മാഫിയ അഴിഞ്ഞാടുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, തൃശൂർ. നോട്ട്ബുക്ക് പേപ്പറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ഏറ്റവും വലിയ ചുവർചിത്രത്തിന് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരം. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക LP സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ചുവർചിത്രത്തിനാണ്
ലോക റെക്കോർഡ് ലഭിച്ചിരിക്കുന്നത്. മുൻപും 2 വട്ടം സ്കൂളിന് ശ്രദ്ധേയമായ 2 നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു. നോട്ട്ബുക്ക് പേപ്പറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ഏറ്റവും വലിയ ചുവർ ചിത്രമെന്ന ലോക റെക്കോർഡ് അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക LP സ്കൂളിന് 2023 നവംബർ 10-ന് ഗാന്ധി സ്മാരക ലോവർ പ്രൈമറി സ്കൂളിലെ 71 വിദ്യാർത്ഥികളും 5 അധ്യാപകരും ചേർന്ന് ഉപയോഗിച്ച നോട്ട്ബുക്ക് പേപ്പറുകൾ കൊണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ ഏറ്റവും വലിയ ചുവർ ചിത്രം 8x6 അടി വലുപ്പത്തിൽ നിർമ്മിക്കുകയായിരുന്നു. ഈ സൃഷ്ടിയാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇതിനു മുൻപും 2 വട്ടം അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക LP സ്കൂളിന് ശ്രദ്ധേയമായ 2 നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു. പെൻസിൽ കൊണ്ട് ഗാന്ധിജിയുടെ ചിത്രവും റബ്ബർ കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവും സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലായിരുന്നു ഈ വിദ്യാലയം ഇടം പിടിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിലാണ് ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും ഒരുക്കിയ ചിത്രം അഭിമാനത്തോടെ എഴുതി ചേർക്കപ്പെടുന്നത്. മീഡിയ ടൈം, മാള. സപ്ലൈകോയിലെ 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ കൂട്ടുമെന്ന് റിപ്പോർട്ടുകൾ. വില കൂട്ടുന്നതടക്കം സപ്ലൈകോ പുനഃസംഘടനയെക്കുറിച്ചുള്ള പ്രത്യേക സമിതി റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കും. സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത വില കൂട്ടാൻ LDF നേരത്തെ അനുമതി നൽകിയെങ്കിലും നവകേരള സദസ്സ് തീരാൻ കാത്തിരിക്കുകയായിരുന്നു. 2016 മെയ് മുതൽ 13 ഇനം അവശ്യ സാധനങ്ങൾക്ക് സപ്ലൈകോയിൽ ഒരേ വിലയാണ്. പിണറായി സർക്കാർ പ്രധാന നേട്ടമായി എണ്ണിയിരുന്ന അവശ്യ സാധന സബ്സിഡിയിൽ കാലോചിതമായ മാറ്റമില്ലാതെ പറ്റില്ലെന്നായിരുന്നു സപ്ലൈകോയുടെ നിലപാട്. ഒന്നുകിൽ നഷ്ടം നികത്താൻ പണം, അല്ലെങ്കിൽ വില കൂട്ടാൻ അനുമതി എന്ന കടുംപിടുത്തത്തിൽ വില കൂട്ടാൻ ഇടതുമുന്നണി കൈക്കൊടുക്കുകയായിരുന്നു. കടം കയറി കുടിശ്ശിക പെരുകി കരാറുകാർ പിന്മാറിയതോടെ പ്രവർത്തനം പ്രതിസന്ധിയിലായ സപ്ലൈകോയെ കരകയറ്റാൻ വില വർധനയല്ലാതെ കുറുക്കുവഴികൾ ഇല്ലെന്നാണ് സർക്കാർ നിയോഗിച്ച 3-അംഗ സമിതിയുടെയും വിലയിരുത്തൽ. പല ഉൽപ്പന്നങ്ങൾക്കും നിലവിൽ 50%-ലധികം ഉള്ള സബ്സിഡി കുത്തനെ കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾക്കാണ് മുൻഗണനയെന്നാണ് വിവരം. സർക്കാർ സബ്സിഡി കുറയ്ക്കുന്നതോടെ അവശ്യ സാധനങ്ങളുടെ വിലയിൽ വലിയ വർധനവുണ്ടാകും. വിമർശനം കുറയ്ക്കാൻ നിലവിലെ 13 ഇനങ്ങൾക്ക് പുറമെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ സബ്സിഡി പരിധിയിലേക്ക് വരും. അതാത് സ്റ്റോറുകളുടെ പ്രവർത്തനത്തിനുള്ള തുക അവിടെ നിന്ന് തന്നെ സമാഹരിക്കാനും സർക്കാരിന്റെ ബാധ്യത കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങളും ഉണ്ട്. 3-അംഗ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ സർക്കാർ അധികം വൈകാതെ തീരുമാനമെടുക്കും. ക്രിസ്മസ് ചന്തയിലടക്കം മുഴുവൻ സബ്സിഡി സാധനങ്ങൾ ഇല്ലായിരുന്നു. പുതുവർഷത്തിൽ സപ്ലൈകോയിൽ സാധനങ്ങൾ ഉണ്ടാകും, പക്ഷേ വില കൂടുതൽ കൊടുക്കണം. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. കഴിമ്പ്രം ബീച്ചിൽ നടക്കുന്ന ആലാച്ചേറ്റുവ മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിൽ സംഘടിപ്പിച്ചിട്ടുള്ള പെരും കളിയാട്ടം ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. കഴിമ്പ്രം സ്വദേശി സജീഷ് ആളുപ്പറമ്പിൽ പകർത്തിയ തെയ്യ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. 25ഓളം തെയ്യ ചിത്രങ്ങളാണ് പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. 10 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോഴാണ് തെയ്യത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നത്. തെയ്യക്കാലമായാൽ സജീഷ് ക്യാമറയുമായി കണ്ണൂരിലേക്ക് വണ്ടി കയറും. വടക്കൻ മലബാറിലെ ആചാരങ്ങൾ പാലിച്ചാണ് സജീഷ് തെയ്യച്ചിത്രങ്ങളെടുക്കാൻ പോകുന്നത്. വടകര മുതൽ കാസർഗോഡ് വരെയുള്ള കാവുകളിൽ നിന്ന് 6 വർഷത്തിനിടെ സജീഷ് ക്യാമറയിൽ പകർത്തിയത് 300-ലധികം വ്യത്യസ്ത ചിത്രങ്ങൾ. മുച്ചിലോട്ട് ഭഗവതി, കണ്ടനാർ കേളൻ, തീച്ചാമുണ്ടി, പൊട്ടൻ തെയ്യം, തീക്കുട്ടിച്ചാത്തൻ, മാർണ ഗുളികൻ, മൂകാംബിക ഗുളികൻ, ഹനുമാൻ തെയ്യം തുടങ്ങിയവ ഇതിൽപ്പെടും. ഒരു വർഷം 236 വ്യത്യസ്ത തെയ്യ ചിത്രങ്ങൾ പകർത്തിയതിന് വേൾഡ് റെക്കോർഡും നേടിയിട്ടുണ്ട് സജീഷ്. സംസ്ഥാനതലത്തിൽ നിരവധി പുരസ്കാരങ്ങളും ഇതിനോടകം സജീഷിനെ തേടിയെത്തി. നിരവധി ഫോട്ടോ പ്രദർശനങ്ങളും നടത്തിയിട്ടുണ്ട്. കഴിമ്പത്ത് 25ഓളം തെയ്യ ചിത്രങ്ങളാണ് പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. പ്രദർശനവേദിയിൽ നിരവധി പേരാണ് ചിത്രങ്ങൾ കാണാൻ എത്തുന്നത്. CC മുകുന്ദൻ MLA, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM മുഹമ്മദ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷ്രീത ആഷിഖ് തുടങ്ങിയവർ ഫോട്ടോ പ്രദർശനവേദിയിൽ എത്തിയിരുന്നു. മീഡിയ ടൈം, തൃപ്രയാർ. കടലിൽ കുടുങ്ങിയ ബോട്ടും 7 മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി. ചാവക്കാട് ചരവത്തൂർ വീട്ടിൽ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള സെന്റ് പീറ്റേഴ്സ് എന്ന ബോട്ടും 7 മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത്. 3 ദിവസം മുൻപാണ് ബോട്ട് മത്സ്യബന്ധനത്തിന് പോയത്. ചേറ്റുവ ഹാർബറിൽ നിന്നും 3 ദിവസം മുൻപ് ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ റെസ്ക്യൂ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. കടലിൽ 12 നോട്ടിക്കൽ മൈൽ അകലെ പൊക്ലായി വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ആഴക്കടലിൽ എഞ്ചിൻ നിലച്ച് കുടുങ്ങിയ ചാവക്കാട് സ്വദേശി ചുമ്മാർ ചെറുവത്തൂർ വീട്ടിൽ ബാബു എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള സെന്റ് പീറ്റേഴ്സ് എന്ന ബോട്ടും കൊല്ലം സ്വദേശികളായ 7 മത്സ്യത്തൊഴിലാളികളെയുമാണ് ശക്തമായ കാറ്റിലും രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത്. രാവിലെ 8:30 ബോട്ട് കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി
അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത്. മറൈൻ എൻഫോഴ്സ്മെന്റ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ ഷിനിൽ കുമാർ ER, പ്രശാന്ത് കുമാർ VN, റെസ്ക്യൂ ഗാർഡായ ഷിഹാബ്, ബോട്ട് സ്രാങ്ക് ദേവസി മുനമ്പം, എഞ്ചിൻ ഡ്രൈവർ ഗഫൂർ എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 റെസ്ക്യൂ ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗതകുമാരി അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. പുത്തൻചിറ കട്ടിയാമ്പാറ കോളനിയിൽ ലൈംഗിക അതിക്രമത്തിനിരയായ പെൺകുട്ടികളുടെ വീടുകൾ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. പീഡനക്കേസിൽ പ്രതിയായ CPM നേതാവിനെ സംരക്ഷിക്കുന്ന നടപടിയാണ് CPM DYFI സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇരയുടെ കുടുംബത്തിന് വേണ്ട എല്ലാ പിന്തുണയും നിയമസഹായവും കോൺഗ്രസ് നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു, വൈസ് പ്രസിഡന്റ് KP സുനിൽകുമാർ, പുത്തൻചിറ മണ്ഡലം പ്രസിഡന്റ് MP സോണി, കോൺഗ്രസ് നേതാക്കളായ VA നദീർ, TS ഷാജി, ജിജോ അരിക്കാടൻ, VS അരുൺരാജ്, സനിൽ സത്യൻ, CD പോൾസൺ, ജെറോം കരിമാലിക്കൽ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. കോവിഡിൽ കേരളത്തിന് ആശ്വാസം. കേരളത്തിൽ ഇന്നലെ സ്ഥിരീകരിച്ചത് 32 പുതിയ കേസുകൾ മാത്രം. കേരളത്തിലെ ആക്റ്റീവ് കേസുകൾ 3096. രാജ്യത്ത് 3 കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തു. അതേസമയം കർണാടകയിൽ കോവിഡ് കേസുകൾ കൂടുകയാണ്. ഇന്നലെ 92 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. തമിഴ്നാട്ടിൽ 4 പേർക്ക് കോവിഡ് ഉപവകഭേദമായ JN1 സ്ഥിരീകരിച്ചതായി സർക്കാർ അറിയിച്ചു. നവംബറിൽ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളുടെ ഫലമാണ് ഇപ്പോൾ വന്നതെന്നും 4 പേരും രോഗമുക്തരായെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പ് കല്ലൂർ സെന്റ് ജോർജ് UP സ്കൂളിൽ ആരംഭിച്ചു. കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹിനി കുട്ടൻ അധ്യക്ഷത വഹിച്ചു. കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിമൽ കുമാർ, വാർഡ് മെമ്പർമാരായ ജാക്സൺ വർഗീസ്, ഹാഷിം സാബു, ഡാലി ജോയ്, ബാബു TK, CLC, PTA പ്രസിഡന്റ് മുരുകേഷ് കടവത്ത്, അധ്യാപകരായ ഷാഹിന VK, നയന K ജോസ് എന്നിവർ സംസാരിച്ചു. ലോകമലേശ്വരം NSS കരയോഗം കുടുംബസംഗമം നടന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് C രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് T കൃഷ്ണകുമാർ അധ്യക്ഷനായി. മുതിർന്ന അംഗങ്ങൾ കരയോഗം ഡയറക്ടറി പ്രകാശനം ചെയ്തു. വനിതാ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പുഷ്കര വേണുരാജ് ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. ഡോക്ടർ S ശരണ്യ, അഡ്വക്കേറ്റ് മാളവിക അമൃതകുമാർ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് K മനോജ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. KG ശശിധരൻ, പാർവതി മനോജ്, A വിജയൻ, രത്നം ശ്രീകുമാർ, അംബിക മധു, ലളിതകുമാരി, K അച്യുതൻ, U വിജയൻ എന്നിവർ സംസാരിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. സ്കൂളിലെ ആദ്യ SSLC ബാച്ചായ 1970-71 ബാച്ചിലെ വിദ്യാർത്ഥികളാണ് സംഗമം നടത്തിയത്. 53 വർഷത്തിനു ശേഷമുള്ള വിദ്യാർത്ഥികളുടെ സംഗമം പഴയകാല ഓർമ്മകളുടെ അയവിറക്കലായി മാറി. MCM താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ PA മുഹമ്മദ്, ജബ്ബാർ മൗലവി, PTA പ്രസിഡന്റ് CB അബ്ദുൾ സമദ്, ഒസാക് സെക്രട്ടറി PK ഹംസ, ജാഫർ, RM ഹുസൈൻ, IB വേണുഗോപാൽ, IS വിനോദൻ, IK ശശി, KV ശോഭന എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ 1987 SSLC ബാച്ച് ചില്ല 7ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ EG സജിമോൻ ഉദ്ഘാടനം ചെയ്തു. ചില്ല പ്രസിഡന്റ് TP മനേഷ് അധ്യക്ഷത വഹിച്ചു. രഘുരാമത്ത്, അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, ശ്രീനാഥ പോണത്ത്, MA അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പഠനത്തിൽ മികവ് തെളിയിച്ച ചില്ലയിലെ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു. ചന്ദ്രാപിന്നി ഹൈസ്കൂളിലെ 1986-87 SSLC ബാച്ച് സ്മൃതി വാട്സപ്പ് കൂട്ടായ്മയുടെ 4ാം വാർഷികാഘോഷവും സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും സംഘടിപ്പിച്ചു. കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ നേത്ര ക്യാമ്പും ആസ്റ്റർ ലാബ്സിന്റെ നേതൃത്വത്തിൽ പ്രഷർ ഷുഗർ പരിശോധനയുമാണ് നടത്തിയത്. ക്യാമ്പ് എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. സ്മൃതി പ്രസിഡന്റ് രാജേന്ദ്രൻ അധ്യക്ഷനായി. സെക്രട്ടറി വിശ്വമംഗളൻ, ട്രഷറർ രാജേഷ് എന്നിവർ സംസാരിച്ചു. 3 പീടിക APJ അബ്ദുൽ കലാം റോഡ് നിവാസി കൂട്ടായ്മ സഹവാസ ക്യാമ്പും ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും നടത്തി. പെരിഞ്ഞനം ഗ്രന്ഥപ്പുരയിൽ നടന്ന സഹവാസ ക്യാമ്പ് കൂട്ടായ്മ പ്രസിഡന്റ് വിശ്വനാഥൻ വടാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് പ്രസിഡന്റ് ഗീത സതീഷ് അധ്യക്ഷത വഹിച്ചു. വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി തജ്രി റഹീം ആമുഖ പ്രഭാഷണം നടത്തി. ഷീജാദാസ്, KR സത്യൻ, TK അക്ബർ, VM നസീർ, VM ഷംസുദ്ദീൻ, ജാസ്മിൻ നാസർ എന്നിവർ നേതൃത്വം നൽകി. ബിഞ്ചു ജേക്കബ് മോട്ടിവേഷൻ ക്ലാസ് നടത്തി. എറിയാട് ഗ്രാമപഞ്ചായത്തിൽ അഖില കേരള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. MLC ചെസ് ക്ലബ്ബും എറിയാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് അഖില കേരള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. എറിയാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ടൂർണമെന്റ് ഇട്ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ MV രജീഷ് അധ്യക്ഷനായും. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ മുഖ്യാതിഥിയായിരുന്നു.
ടി ജെ സുരേഷ്, എം പീറ്റർ ജോസഫ്, വി എസ് അനീഷ്, പ്രസാദ് സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി കൂടപ്പുഴ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം സമാപിച്ചു. സമാപനം കുറിച്ച് പുഴക്കടവിൽ ആറാട്ട് നടന്നു. മേൽശാന്തി കെ ബാബുലാലിൻ കാർമ്മികത്വത്തിൽ നടന്ന പൂച്ചകൾക്കും ആറാട്ടുമുങ്ങലിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മഹേഷ് ശാന്തി സഹകാർമ്മികനായി. തുടർന്ന് തങ്കരത്തിൽ ഭഗവാന്റെ തിടമ്പെഴുന്നള്ളിച്ചു. പലയിടത്തും നിറപറയൊരുക്കി എഴുന്നള്ളിപ്പ് എതിരേറ്റു. പിന്നീട് ക്ഷേത്രത്തിൽ കൊടിയിറക്കൽ ചടങ്ങും ആറാട്ട് കഞ്ഞി വിതരണവും ഉണ്ടായി. കൊടുങ്ങല്ലൂർ മേത്തല ദയ അഗതി മന്ദിരത്തിൽ അഴീക്കോട് സീതി സാഹിബ് ഹൈസ്കൂൾ 84-85 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷം നടന്നു. കൊടുങ്ങല്ലൂർ മേത്തല കൊന്നച്ചോട്ടിലുള്ള ദയ അഗതി മന്ദിരത്തിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷം ഗ്രൂപ്പ് അഡ്മിൻ സിൽസില അസിസിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ അയ്യാരിൽ നൌഷാദ്, പ്രദീപ്, സോപാനം, സജീവൻ, സുരേഷ്, ഇക്ബാൽ, സീത, റസിയ, അഫ്സത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. ആളൂർ വെള്ളാഞ്ചിറയിൽ കോഴി ഫാമിന്റെ മറവിൽ മദ്യശേഖരണം. 1200 കേസ് സ്പിരിറ്റ് പിടികൂടി. 2 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ എരവിമംഗലത്ത് വീടാക്രമിച്ച് കഞ്ചാവ് സംഘത്തിന്റെ അഴിഞ്ഞാട്ടം. കോഴികളുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. ഫിഷ് ടാങ്കിൽ മണ്ണും കല്ലും നിറച്ചു. സപ്ലൈകോയിലെ 13 സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ കൂട്ടുമെന്ന് റിപ്പോർട്ടുകൾ. പ്രത്യേക സമിതി റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കും. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.